ആത്മീക ഭൗതിക മേഖലകളിൽ ഒരു വാതിൽ തുറന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത, അങ്ങനെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരും തന്നെ ആത്മീക ലോകത്ത് കണ്ടുവന്ന് വരത്തില്ല. കാരണം വാതിലുകൾ തുറക്കുന്നവര് ദൈവത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. പക്ഷെ പലർക്കും അറിയാത്ത ഒരു കാര്യം, വാതിലുകൾ തുറക്കപ്പെടും, അതിനോടൊപ്പം എതിരാളികളും ഉണ്ടാകും എന്നുള്ളതാണ്. ഞാനത് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ച, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പൊ തുറന്ന വാതിൽ വലുതാണ്, തുറന്ന വാതിൽ സഫലവുമാണ്, പക്ഷെ എതിരാളികളുമുണ്ട്. അവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് എതിരാളികൾ എഴുന്നേൽക്കുന്നത്? എന്റെ പ്രിയരെ, ദൈവം തുറന്നു തരുന്ന വാതിലിനകത്തൂടെ നാം പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ കൃത്യമായി നാം അങ്ങനെ പ്രവേശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, അതിനെ തടയണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു മേഖലയുണ്ട്. അതുകൊണ്ട് എതിരാളികൾ ഉണ്ടാകുന്നത്. അത് പല വിധത്തിലായിരിക്കും എതിർക്കുന്നത്. അപവാദങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ, ഇല്ലാ കഥകളിലൂടെ ഒക്കെ രംഗത്ത് വരും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, തുറന്നു തന്നത് ദൈവമാണെങ്കിൽ ഏത് എതിരാളികൾ എഴുന്നേറ്റാലും തുറക്കപ്പെട്ട വാതിലിനകത്തുകൂടെ കടക്കാനുള്ള കരുത്തും കർത്താവ് തരും. അതുകൊണ്ട് എതിരാളികളെ കണ്ട് പേടിച്ച്, എതിരാളികളെ കണ്ട് വല്ലാതെ ശങ്കപ്പെട്ട് ഭയന്ന് പുറകോട്ട് മാറുമൊന്നും വേണ്ട. അതിനകത്തൂടെ പോകാനുള്ള കരുത്തും തരും. ദാവീദിനെ സംബന്ധിച്ച് ഗോലിയാത്ത് ഒരു വലിയ എതിരാളിയായിരുന്നു. പക്ഷെ ഒറ്റ കല്ല് മതിയായിരുന്നു ആ എതിരാളിയെ താഴെ വീഴ്ത്താൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എത്ര വലിയ മല്ലൻ എഴുന്നേറ്റ് നിന്നാലും മുൻപോട്ടും പോകാൻ പറഞ്ഞത് കർത്താവാണെങ്കിൽ അതിനുള്ള കരുത്ത് തരും. കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്ത പടകിന് നേരെ കാറ്റടിച്ചു. ഉഗ്രമായ കാറ്റ്, കടലിൽ പരിചയമുള്ള ശിഷ്യന്മാരെ ഭയപ്പെടുത്തുന്ന കാറ്റ്, ഉഗ്രമായ തിര, പക്ഷെ ശാന്തമാക്കുന്ന ഒരു കരം, അടങ്ങാൻ പറയുന്ന ഒരു ശബ്ദം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളിലൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എതിരാളികളെ തകർക്കാനുള്ള കരുത്ത് കർത്താവ് അതാത് സമയങ്ങളിൽ അയച്ചിരിക്കും.